living together. നാം എപ്പോഴും ജീവിക്കുന്നതും ഒരുമിച്ചാണ്. So maintaining and having unity in our Christian life is so important if we have to be being used for edifying others. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനുമായിട്ട് നാം ഐക്യമത്യപ്പെട്ട് ഒരേ ആത്മാവിനാൽ നിന്ന് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. The other words he used there is among yourselves. നമ്മൾ തമ്മിൽ അന്യോന്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുക. You know why that is important? അതെന്തുകൊണ്ട് ബലപ്പെട്ട ഒരു വാക്കാണ്? If the house within itself is divided, that house can never stand for the good of others. ഒരു ഭവനം തന്നിൽ തന്നെ ഛിദ്രിച്ചിരുന്നാൽ അത് നിലനിൽക്കില്ല എന്ന് നാം വായിക്കുന്നു. How many homes are divided today? എത്ര ഭവനങ്ങളാണ് ഇന്ന് ഛിദ്രിച്ചിരിക്കുന്നത്? How many assemblies are divided today? എത്ര സഭകളാണ് ഛിന്നഭിന്നമായിരിക്കുന്നത്? And that's why neither the work of evangelism can be done, neither the work of edification can be done. അതുകൊണ്ട് സുവിശേഷീകരണവും നടക്കുന്നില്ല, മറ്റുള്ളവരുടെ പ്രോത്സാഹനവും നടക്കുന്നില്ല. God, our Lord, longs to see unity among the fellow believers. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് സഭകളിൽ ഐക്യപ്പെട്ട് ഒന്നിച്ചു നിൽക്കുവാനായിട്ട് ദൈവം ആഹ്വാനം ചെയ്യുന്നു. But often we see a different philosophy being followed by many. എന്നാൽ മറ്റുള്ളവർ അനേക തത്വചിന്തകളിൽ ഇങ്ങനെ അടങ്ങി അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. Divided we stand and united we fall. ഇതാ നാം ഭിന്നമായിട്ട് നിന്നുകൊണ്ട് ഒരുമിച്ച് നിലംപരിചാകുകയും പോവുകയാണ്. But did you notice some of these words, ഈ ചില വാക്കുകൾ നാം ഓർക്കണം. You see, very simple word which says, for where 2 or 3 are gathered together in my name, there am I in the midst of them. ഇത് ചെറിയ വാക്കാണ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. That is the translation in our vernacular language. ഇതാ ആ മലയാള ഭാഷയിലുള്ള തർജ്ജമയാണ്. But actually, you know what's the meaning of that verse? ആ വാക്യത്തിന്റെ അടിസ്ഥാന അർത്ഥം എന്താണെന്ന് അറിയാമോ? For where 2 or 3 are gathered together. ഇതാ 2-3 പേർ ഒന്നിച്ച് കൂട്ടി ചേർന്ന സ്ഥലം എന്ന് പറയുന്നു. GATHERED, gathered together. നാം ഒന്നിച്ച് കൂടിയിരിക്കുന്നു, കൂടിയത് എന്നുള്ള not just coming together by themselves. അവരെ ഒന്നിച്ച് ചേർന്ന് വന്നു എന്നുള്ളതിന്റെ അർത്ഥം. Because they cannot be in one mind with them. അങ്ങനെ പെട്ടെന്ന് കൂടി വന്നവരെ ഒരു മനസ്സോടെ ഇരിക്കുവാൻ സാധ്യമല്ല. So they want to split and gather again separately. അതുകൊണ്ട് ഏക മനസ്സുള്ളവരല്ലെങ്കിൽ അവർ മാറി കൂടുവാൻ ആഗ്രഹിക്കുകയാണ്. That is not an assembly, beloved. അതുകൊണ്ട് അങ്ങനെ പോകുന്നവർക്ക് അതൊരു സഭയല്ല. Assembly is that which is gathered by the work of the Spirit of God. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരായിരിക്കുന്നവരാണ് സഭ. Why I am saying that? അതുകൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, anything that you and I can be used to do for the work of edification is the work of the Spirit of God in our lives. പരിശുദ്ധാത്മാവിന്റെ വേലയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനുള്ളത്. അതാണ് നമ്മളെ നടത്തുന്നത്. How important to do all things in unity. എല്ലാം ഐക്യമത്യത്തോടുകൂടെ ചെയ്യുന്നത് എത്ര വലിയൊരു കാര്യമാണ്. You know why I am speaking about it? എന്തിനാ ഞാൻ അത് പറയുന്നത്? Because the very word edify means to build up. ഇതാ പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ കെട്ടിപ്പടുത്തുക എന്നുള്ള അർത്ഥമാണ്. Are you a person who is building up or are you a person who is breaking down? നിങ്ങൾ കെട്ടിപ്പടുത്തുന്ന ഒരു വ്യക്തിയാണോ അതോ ഇടിച്ചു നിരത്തുന്ന ഒരു വ്യക്തിയാണോ? The Lord said, I am building. കർത്താവ് പറയുന്നു, ഞാൻ സഭയെ പണിയുന്നു. I will build my church. എന്റെ സഭയെ ഞാൻ പണിയും. But there is other contrary one. The devil wants to break things apart. എന്നാൽ വേറെ ഒരുവനുണ്ട്, സാത്താനായവൻ. അവൻ സഭയെ ഉന്മൂലനാശം ചെയ്യുവാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. Are you with the Lord in the work of building, or are you in the work of Satan, the work of breaking? നിങ്ങൾ കർത്താവിനോട് കൂടെ സഭയെ പണിയുന്നവരാണോ അതോ സാത്താന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സഭയെ ഇടിക്കുന്നവരാണോ? Beloved, we have got to be edifying one another, that is building up one another. നാം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരാകണം, മറ്റുള്ളവരെ കെട്ടിപ്പടുത്തുന്നവരാകണം. Because that is the metaphor used as far as our unity and our building up is concerned. നമ്മളുടെ വളർച്ചയും നമ്മളുടെ കാര്യങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ് പ്രബോധനം എന്ന് പറയുന്നത്. Whether you consider the metaphor of the building, ഒരു കെട്ടിടത്തിന് സാമ്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ, or whether you consider the metaphor of body, ഒരു ശരീരത്തിനെ കുറിച്ചുള്ള സാമ്യമായി പറയുമ്പോഴും, when all of these things, both the metaphors speak about our unity in unison, doing the things for the glory of God, building up things. ഇങ്ങനെ അനേക കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും
കർത്താവായ യേശുക്രിസ്തുവിൽ വളരുന്ന ഒരു കാര്യമായിട്ടാണ് അതിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. Are you a building person or a breaking person? നിങ്ങൾ പണിയുന്ന ഒരു വ്യക്തിയാണോ ഉടച്ചു കളയുന്ന വ്യക്തിയാണോ? When Paul writes to them, അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുമ്പോൾ notice the word that he used there again. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കുക. You know, when can you and I be motivated to do the work of edification? ഇതാ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുൻപോട്ട് വരുന്ന അവസരം ഏതാണ്? Only when we understand that we are all part of one family. നാം എല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. That's why he number of time uses a word brethren, 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 brethren. സഹോദരന്മാരെ 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 എന്നുള്ള ആഹ്വാനം, അത് വാക്ക് കർത്താവ് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ അപ്പോസ്തലൻ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. Look at verse 12 for a while. 12-ാം വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. For we beseech you, brethren. ആകയാൽ സഹോദരന്മാരെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. Verse 14. 14-ാം വാക്യത്തിൽ Now we exhort you, brethren. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. Verse 26. 26-ാം വാക്യം. 25. Brethren, pray for us. സഹോദരന്മാരെ 25-ാം വാക്യം. സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. 26. Greet all the brethren. സഹോദരന്മാരെയും വിശുദ്ധന്മാരെയും ചുംബനം ചെയ്യുവീൻ. The word brethren has become very familiar to us. ഈ വാക്ക് സഹോദരൻ എന്നുള്ള വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. But the brotherhood is lost among us. എന്നാൽ ആ സഹോദരിത്വം എന്ന് പറയുന്നത് നഷ്ടമായി പോയിരിക്കുകയാണ്. Paul says if we are of one family, we got to take care of one another. നാം ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണെങ്കിൽ അന്യോന്യം നാം അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. When something happens to somebody within your assembly, ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സഭയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ are you happy about it or you feel sad about it? അവരെ കുറിച്ച് നിങ്ങൾക്ക് ദുഃഖമാണോ സന്തോഷമാണോ? Often what is heard is നന്നായി, that was needed for this fellow. പലപ്പോഴും കേട്ട് വരുന്ന വാക്ക് നന്നായി, അവന് കിട്ടിയത് കൊള്ളാം എന്നുള്ളതാണ്. At least now he will wake up. എന്നാൽ ഇപ്പോഴെങ്കിലും അവനൊന്ന് ഉണരട്ടെ എന്നുള്ള ചിന്തയാണ്. That's how the things are being talked about. എന്നാലും ഇന്ന് ഇങ്ങനെയാണ് സംസാരങ്ങൾ നടക്കുന്നത്. Beloved, out in the assembly even there are many believers who are very much discouraged. May I tell you that? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, സഭയിൽ വളരെ മനസ്സ് തളർന്നവരായിട്ടുള്ള അനേകർ അവിടെയുണ്ട്. Since we have the privilege of sitting with many homes and many families, എനിക്ക് അനേക കുടുംബങ്ങളും വ്യക്തികളുമായിട്ട് കൂടെ ഇരുന്ന് അവരുടെ വാക്കുകൾ പങ്കുവെക്കുമ്പോൾ there are so many having different problems and difficulties in their life. അവരുടെ ജീവിതത്തിൽ അനേകമായിരിക്കുന്ന പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. That's why today in the assemblies the prayer points are also not told. Do you know that? അതുകൊണ്ടാണ് സഭയിലെ prayer points എന്താണെന്നുള്ളതും പറയാത്തതിന്റെ കാരണം. You know why the prayer point is not told in the assembly today? ഇന്ന് സഭകളിൽ prayer പോയിന്റുകളൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? Because if I say my daughter has some problem this and please pray for her, എന്റെ മകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ prayer might be done in one side. Prayer might be done. ഒരു പ്രാർത്ഥന ഒരു വശത്ത് നടക്കും. But that will become a big news everywhere. അത് വലിയൊരു വിഷയമായിട്ട് പരക്കും. So being scared of making it news, many are not giving a prayer point also. ഒരു ന്യൂസ് ഒരു വാർത്തയായിട്ട് മാറാതിരിക്കുവാൻ വേണ്ടി അനേകരും ഈ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അത് പറയും. How can encouragement and edification take place then? അപ്പോൾ എങ്ങനെയാണ് പ്രബോധനവും അങ്ങനെയാണ് ഉണർത്തവും നടക്കുന്നത്? It's very interesting when you read in this passage. ഇത് വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുന്നു. You see in verse 14 and 15, 14-15 വാക്യങ്ങളിൽ Apostle Paul is telling about the 5 different categories of people in the local assembly. ഈ സ്ഥലം സഭകളിൽ 5 കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. People with different problems and different difficulties in their life. അനേക പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ അനേക ഘട്ടങ്ങളും ഉള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. Look at verse 14. 14-ാം വാക്യത്തെ നോക്കുക. There are some who are unruly. ഇതാ ക്രമം കെട്ട് നടക്കുന്നവരുണ്ട്. There are some who are feeble minded. ഉൾക്കരുത്തില്ലാത്തവരുണ്ട്. There are some who are weak. ബലഹീനരായവരുണ്ട്. There are some who are wearisome. ഇതാ എല്ലാവരോടും ദീർഘക്ഷമ. And verse 15, there are some who are evil or wicked. ചിലര് തിന്മ മാത്രം ചെയ്യുന്നവരാണ്. 5 different categories of people in the local assembly. ഒരു സ്ഥലസഭയിലെ 5 കൂട്ടം പേരാണ്. And Paul says, how should you deal with all of these 5 different people? ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ 5 കൂട്ടം ആളുകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറും? In the same verse, the pattern of exhorting and encouragement is mentioned there.
ഇതേ അവസരത്തിൽ തന്നെ അവിടെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും മറ്റുള്ളവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. And how essential it is that these days, having understanding of one another, this edification should be taken place. എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ഈ അന്യോന്യം പ്രബോധിപ്പിക്കുന്നതിന്റെ കാര്യം എത്ര വലുതായിട്ട് നാം എടുക്കേണ്ട കാര്യമാണ്. After all, every person sitting here falls into either of these three categories. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആ വ്യക്തികൾ ഈ മൂന്ന് കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നവരാണ്. Look at verse 15. 15ാം വാക്യത്തിലേക്ക് See that none render evil for evil unto any man, but ever follow that which is good, both among yourselves and to all men. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. What are verse 15? Only verse 15. Yeah. So what are these three levels that we find there? ഈ മൂന്ന് തരം അവിടെ കാണുന്നത് എന്താണ്? First one he is talking there is about rendering evil for evil. നന്മയ്ക്ക് തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കുന്നത്. That means what? അത് അർത്ഥം എന്താണ്? In the local gathering, അത് കൂടി വരുന്ന സഭയിൽ there may be love among themselves. അവരിൽ സ്നേഹമുണ്ട്, ശരിയാണ്. But what is found is there are groupism. എന്നാൽ അവിടെ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവർ ഇരിക്കുകയാണ്. I like this brother, that's why I love him. ഞാൻ ഈ സഹോദരനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്നത്. That's why I can go along with him better. അതുകൊണ്ടാണ് ആ സഹോദരനോട് കൂടെ നടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. But I don't like that family. എന്നാൽ ആ കുടുംബത്തെ എനിക്ക് ഇഷ്ടമല്ല. And I will not call upon them for any help or encouragement. ഞാൻ യാതൊരു പ്രബോധനത്തിനോ യാതൊരു ആവശ്യത്തിനോ അവരെ വിളിച്ച് അവരെ ഉപദ്രവിക്കില്ല. A kind of obeying of commandment, but in groups, is found being followed by many. ഒരു തരത്തിൽ കൽപ്പനകളെ ആചരിക്കുന്നവർ, എന്നാൽ വേറൊരു രീതിയിൽ എനിക്ക് എന്റെ ഗ്രൂപ്പിനോട് ചേർന്ന് മാത്രം പോകുന്നവർ. I call it living on three different levels. അത് മൂന്ന് തരത്തിലാണ് അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. That's what the word of God teaches us. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. You know, there is first level which is known as human level. അതായത് മനുഷ്യന്റെ നില എന്നുള്ളതാണ് നാം അവിടെ കാണുന്നത്. You do good to me, I will do good to you. നീ എനിക്ക് നന്മ ചെയ്താൽ ഞാൻ നിനക്ക് നന്മ ചെയ്യാം. You do bad to me, I will show you how bad I am to you. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്താൽ എത്ര തിന്മ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. Good for good and evil for evil is the human level that many people of this world are living. ഈ ലോകത്തിലെ ആളുകൾ ചെയ്യുന്നത് നന്മയ്ക്ക് പകരം നന്മ, തിന്മയ്ക്ക് പകരം തിന്മ, അതാണ്. There is another level, demon level. അതാണ് ഒരു പൈശാചികമായിട്ടുള്ള ഒരു നിലവാരം. Rendering evil for good. എന്നാൽ ആ നന്മ ചെയ്യുന്നവന് തിന്മയായിട്ട് തിരിച്ചു നൽകുക. How many people live on that level also? എത്രയോ ജനം ആ നിലവാരത്തിൽ അടങ്ങിയിരിക്കുകയാണ്. Sin of ingratitude in their life. ഒരു നന്ദിയില്ലായ്മയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. However you do good to them, എത്ര നന്മ ചെയ്താലും they will return only in bad ways or evil ways to you. നിങ്ങൾക്ക് അത് തിരിച്ച് അവർ തരുന്നത് തിന്മയായിട്ട് മാത്രമേ ഉള്ളൂ. That's a demon level. അതാണ് പൈശാചികമായിട്ടുള്ളത്. But we are called to live on the divine level. എന്നാൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് ദിവ്യമായിരിക്കുന്ന നിലയിൽ ജീവിക്കുവാനാണ്. That's what Apostle Paul talks here in verse 15. ഇതാ 15ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് അതാണ്. When you and I are called to edify one another, നമ്മൾ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുവാനായിട്ട് ദൈവം വിളിച്ചാക്കിയപ്പോൾ don't do it just on the human level. അത് മനുഷ്യന്റെ രീതിയിൽ ആ തലത്തിൽ നാം ചെയ്യരുത്. That people of the world also do it. അത് ലോകത്തിലെ ജനവും മനുഷ്യരും ചെയ്യുന്ന. Never do it on the demon level. അത് പൈശാചികമായിട്ടുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും പെരുമാറരുത്. Do it on the divine level. അത് ദിവ്യമായിരിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. In spite of they doing evil to me, I will do only in return good to them. അവർ എനിക്ക് തിന്മയായിട്ട് ചെയ്തുവെങ്കിലും ഞാൻ നന്മ മാത്രമേ അവരോട് ചെയ്യുകയുള്ളൂ. That's the level the Lord Jesus Christ lived on. അതാണ് കർത്താവായ യേശു ക്രിസ്തു അവരോട് ചെയ്യുവാൻ ആഹ്വാനിച്ചത്. And if you want to be occupied edifying one another, നിങ്ങൾ ഓരോരുത്തരും വ്യാപാരം ചെയ്ത് അന്യോന്യം പ്രബോധിപ്പിക്കുന്നു ആണെങ്കിൽ, will you take this challenge this evening? ഇന്ന് രാത്രി ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുമോ? And every time whenever we do any good to anybody, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ എപ്പോഴെങ്കിലും ചെയ്താൽ, we would be saying to the master, thy mina, master, thy mina. മറ്റുള്ളവരോട് നന്മ ചെയ്യുമ്പോൾ കർത്താവേ ഇത് നിന്റെ മൈനയാണ്, നിന്റെ മൈനയാണെന്ന് നമുക്ക് പറയാം. Remembers, others might forget what you do. മറ്റുള്ളവർ നിങ്ങൾ ചെയ്തത് ഒരുപക്ഷെ മറന്നെന്ന് വരാം. But master is making an account. എന്നാൽ ആ യജമാനൻ അവിടെ കണക്ക് വെക്കുകയാണ്. The moment you do anything good for anybody else, മറ്റുള്ളവർക്ക് നിങ്ങൾ നന്മ ഏത് സമയത്ത് ചെയ്താലും, in the name of the Lord, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, you are saying thy mina. കർത്താവേ നിന്റെ മൈനയാണിത്. And he is making the record of that. അത് കർത്താവ് അതിന്റെ കണക്ക് എഴുതി വെക്കുക. And one day he is going to reward you for sure. അത് നിങ്ങൾക്കായിട്ട് ഒരു പ്രതിഫലം അവൻ ഒരുക്കി വെച്ചു നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. Let me close but with 4
ways how to edify one another. In short, ചുരുക്കമായിട്ട് 4 തരത്തിൽ നിങ്ങൾ പ്രബോധിപ്പിക്കുവാൻ കഴിയുന്നതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ സമാപിപ്പിക്കാം. Paul experienced this in his own life. Do you know that? അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. When he's writing to the fellow believers, he's writing some of the very secret things of his life. തന്റെ കൂട്ടു സഹോദരന്മാരോട് എഴുതുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും രഹസ്യങ്ങളായിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു എഴുതുന്നത്. Paul was encouraged and refreshed and edified in his own life by many saints. അനേക വിശുദ്ധന്മാരാൽ തന്റെ ജീവിതത്തിൽ പൗലോസിന് ഉത്തേജനം നൽകി അവൻ അതിന് വേണ്ടുന്ന പ്രബോധനം നൽകിയവരാണ്. That's why he's telling to these believers here. അതാണ് ഈ വിശ്വാസികൾക്ക് താൻ എഴുതുന്നത്. For example, if I say Philemon